വെറൈറ്റി ജീവജാലങ്ങളുടെ എക്സോട്ടിക് സെന്ററായ ഫാം വില്ലയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സത്യം പറയാലോ, ഇതുപോലൊരു സ്ഥലം തൃശ്ശൂരിൽ വേറെയില്ല. വെറൈറ്റി ആനിമൽസിന്റെയും എക്സോട്ടിക് ബേർഡ്സിന്റെയും ഒക്കെ ലോകം തന്നെ സമ്മാനിച്ച ഫാം വില്ലയിൽ പുതുതായി വന്ന അതിഥികളെയും വിശാലമായ കുട്ടികളുടെ പാർക്കും ഒക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഫാം വില്ലയുടെ ഏറ്റവും പുതിയ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ തൃശ്ശൂരിലെ എക്കോ ഫ്രണ്ട്ലി പെറ്റ് സ്റ്റേഷനായ ഫാം വില്ല. ഇങ്ങോട്ടേക്കുള്ള ദൂരം പറയുവാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് 35 കിലോമീറ്ററും ചാവക്കാട് നിന്നാണെങ്കിൽ 10 കിലോമീറ്ററേ ദൂരം വരുന്നുള്ളൂ. ഇവിടെ എത്തുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നമുക്ക് ആദ്യം ഫീൽ ചെയ്യുന്നത് ഫ്രഷ് എയറും പീസ്ഫുള്ളായ ഒരു അറ്റ്മോസ്ഫിയറൊക്കെയാണ്. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ആദ്യമായി തന്നെ നമ്മളെ വരവേൽക്കുന്നത് ഒരു ഒട്ടകമാണ്. നമ്മൾ ഒരു പക്ഷേ ഇതിനു മുമ്പ് മറ്റു പല സൂകളിലും പോയി കാണും. എന്നാൽ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായി ഓരോ ജീവജാലങ്ങളുടെ ഒപ്പവും അടുത്തു പോയി സ്പെൻഡ് ചെയ്യാനും ഫീഡ് ചെയ്യാനും ഇടപഴകാനൊക്കെ സാധിക്കുന്നു എന്നാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അതുകൊണ്ടെന്താ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ ഒരിടം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടല്ലോ, ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള നല്ല സുന്ദരം കുതിരകളെ കാണാവേ. പിന്നെ ഉണ്ടല്ലോ, ഇവിടെ വെൽ മെയിൻറ്റെയിൻ ആയിട്ടാണ് ഇവിടുത്തെ ഓരോ ജീവജാലങ്ങളെയും, എന്തിന് ഇവിടുത്തെ ഓരോ മുക്കും മൂലയും പോലും സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബിസി ലൈഫിൽ നിന്നൊക്കെ മാറി പീസ്ഫുള്ളായ ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാൻ ആരാണ് ആഗ്രഹിക്കാത്തതല്ലേ? മുഴുവൻ ഗ്രീനറി കൊണ്ട് നിറഞ്ഞ ഈ ഒരു സ്ഥലം ഫോട്ടോഗ്രാഫിക്കും റീൽസിനും ഒക്കെ പെർഫെക്റ്റ് ആണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇവിടുത്തെ ഒരു സെൻറ്റർ പോർഷനാണിത്. ഈ കാണുന്നത് ഓസ്ട്രേലിയക്കാരനായ ബ്ലാക്ക് സ്വാൻ ആണ്. കൂടാതെ നല്ല ജിമ്മൻ കോഴികളെ ഇതിനകത്തിട്ടിട്ടുണ്ട്. അടുത്തത് വെള്ളരി പ്രാവിൻ്റെ ഒരു സെക്ഷനാണേ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു കൂടൊക്കെ വെച്ച് സൂപ്പറായിട്ടാണ് അവരെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഫിഷ് ഫീഡിൻ്റെ ഒരു ഏരിയ ആണ്. ചെറിയൊരു സ്പേസിൽ ഒരുപാട് കോയ് കാർപ്പ് ഫിഷുകളെ ഇവിടെ ഇട്ടിരിക്കുന്നുണ്ട്. ഇവർക്ക് ഫീഡ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് അത് നമുക്ക് പറഞ്ഞറിയിക്കാനാവില്ല. അടുത്തൊരു ഏരിയ വരുന്നത് ആടുകളുടെ ഒരു വിഭാഗമാണ്. ഇതാണ് കനേഡിയൻ പിഗ്മി ഗോട്ട്. പൂർണ്ണ വളർച്ച എത്തിയാലും ഇത്തരം ആടുകൾക്ക് ഒരടി മാത്രമേ ഉയരമുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സ്ഥലത്ത് വളർത്താൻ കഴിയുന്ന, വലിയ പരിചരണം ഒന്നും ആവശ്യമില്ലാത്ത കുഞ്ഞൻ ആടുകളാണിവർ. ഇവരാണ് സിങ് ഗോട്ട് ഫ്രം ചൈന. ഇവരുടെ ശരീരത്തിലുള്ള നല്ല തിളക്കമുള്ള ഈ നീളമുള്ള രോമങ്ങൾ തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഇന്ത്യയിലെ ഫാൻസി ആട് ഫാമുകളിൽ വളർത്തുന്ന ലക്ഷറി ആട് ഇനത്തിൽപ്പെട്ടവരാണിവർ. ചെമ്മരിയാടിൻ വിഭാഗത്തിൽപ്പെട്ട ഒരാടിനമാണിത്. ഉത്തരേന്ത്യയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഇതിനെ ദുംബ ഗോട്ട് എന്നാണ് വിളിക്കുന്നത്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് മനസ്സിലായോ? അവരുടെ വാലാണ്. ഒട്ടകങ്ങൾ കൊഴുപ്പ് സൂക്ഷിക്കുന്നത് പോലെ വാലിലാണ് ഇവരുടെ കൊഴുപ്പ് സംഭരിക്കുന്നത്. അടുത്തത് കൊമ്പുകൊണ്ട് ഫേമസ് ആയ ഒരിനം ആടാണ് ജാക്കോബ് ഷീപ്പ്. സാധാരണ ആടുകൾക്ക് 2 കൊമ്പുള്ളപ്പോൾ ജാക്കോബ് ആടുകൾക്ക് 2 മുതൽ 6 കൊമ്പുകൾ വരെ ഉണ്ടാകാറുണ്ട്. ഇതിലെ ആണാടുകൾക്ക് കൊമ്പുകൾക്ക് വലിപ്പവും നീളവും കൂടുതലായിരിക്കും. ഓരോ സഞ്ചാരികളോടും ഇവിടുത്തെ മൃഗങ്ങൾക്കുള്ള ഈ ഒരു ഇണക്കമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ഇവരുമായിട്ട് ഇടപഴകുന്നത്. ഈ കാണുന്ന എക്കോ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലൂടെ പ്രകൃതിയെയും ജീവജാലങ്ങളെയും എത്ര ഈസി ആയിട്ടാണല്ലേ നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുന്നത്. അത് എനിക്ക് മാത്രമായിരിക്കില്ല, ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. പിന്നെ ഉണ്ടല്ലോ, ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമൊന്നും സത്യത്തിൽ ഇവിടെ ഇല്ല. എങ്കിലും ഓരോ സ്പേസും കൃത്യമായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോംബോയിലുള്ളൊരു പോർക്കിനെ കാണുന്നത്.
മറ്റ് സൂകളിലൊന്നും ഇത്തരത്തിൽ എമൂനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇവിടെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര സിമ്പിളായിട്ടാണെന്നറിയോ വേദനിപ്പിക്കാതെ ഓരോ ഫുഡും വന്നവരെടുക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് കഴുതക്കുട്ടന്മാരെയും അതുപോലെ തന്നെ ഹൈറ്റ് കുറഞ്ഞ മിനിയേച്ചർ കുതിരകളൊക്കെയാണ് ഈ സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുൻപ് കണ്ട കുതിരകളുടെ ഹൈറ്റ് കുറഞ്ഞ വിഭാഗം കുതിരകളാണ് ഈ പോണികൾ. ചെറിയൊരു സഫാരിക്കൊക്കെ ഇവരെ ഇവിടെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓരോ ജീവജാലങ്ങളുടെ സെക്ഷൻ കഴിയുമ്പോഴും ഫ്രീ ആയി കിടക്കുന്ന സ്പേസ് ഒക്കെ നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. ഇനി ഒരു ഡക്കിന്റെ ഒരു സെക്ഷനാണ്. ഇതിൽ നമ്മൾ ആദ്യം കാണുന്നത് കോൾ ഡക്കിനെയാണ്. ഇതുകൂടാതെ ക്രസ്റ്റഡ് ഡക്ക്, പൊമേറിയൻ ഗൂസ്, എംഡൻ ഗൂസ് എന്നീ വിഭാഗത്തിൽപ്പെട്ട താറാവുകളും ഇവിടെയുണ്ട്. ഒട്ടുമിക്ക എല്ലാ താറാവിനങ്ങളും വിദേശികളാണ് കേട്ടോ. ഇതിനോടടുത്തായി തന്നെ ഉണ്ടല്ലോ പലവിധ കളർ കോഴികളെ ഇട്ടിരിക്കുന്ന ഒരു ഭാഗം കാണാം. സിൽക്കി വിഭാഗത്തിൽ പെടുന്ന കോഴീനങ്ങളാണിവ. ഇവയെ കാണാനൊക്കെ എന്തൊരു അടിപൊളിയാണല്ലേ. ഇപ്പൊ നമ്മൾ ഏകദേശം ഈ ഒരു ഫാമിന്റെ പകുതിയോളം കണ്ടു കഴിഞ്ഞു എന്ന് പറയാം. തൊട്ടടുത്തായി തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സെൻട്രൽ പോർഷൻ നോക്കി തന്നെ കുട്ടികൾക്കുള്ള പാർക്കും പുതിയതായി പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വന്നാലും വളരെ കംഫർട്ടായിരിക്കും ഇവിടെ വന്നാൽ. നെക്സ്റ്റ് സെഷനിലേക്ക് പോകുമ്പോൾ ആമ, മുയൽ, എലി എന്നിവയൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. പല വേരിയൻസും ഇതിനകത്തുണ്ട് കേട്ടോ. അലർജി ഒന്നും ഉണ്ടാക്കാത്ത ഒരു തരം നീളൻ രോമങ്ങളുള്ള ഒരിനം മുയലാണ് കേട്ടോ ഇത്. വസ്ത്രനിർമ്മാണത്തിനൊക്കെ ഇവരുടെ രോമം ഉപയോഗിക്കാറുണ്ട്. ദെൻ നമ്മൾ ഇനി കാണുന്നത് പലവിധം പൂച്ചകളെയാണ്. ഇവിടെ ബംഗാൾ ക്യാറ്റ് മുതൽ ബ്രിട്ടീഷ്, സ്പൈൻ, പേർഷ്യൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ എനിക്ക് ഏറ്റവും വെറൈറ്റി ആയി തോന്നിയത് ഈ ഒരു അഗ്ലി ക്യാറ്റാണ്. ഫിനിക്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെയുള്ള മറ്റു എല്ലാ പൂച്ചകളെ കാണാൻ നല്ല ക്യൂട്ടാണ്. പക്ഷേ ഇവനെ മാത്രം എന്താലേ, ഒരു രോമം പോലും ഇവന്റെ ദേഹത്തില്ല. ദാ ഈ കാണുന്ന ടീംസിനെ കണ്ടോ? തെക്കേ അമേരിക്കയിലും ബ്രസീലിയൻ മഴക്കാടുകളിലൊക്കെ കാണപ്പെടുന്ന ഒരുതരം കുഞ്ഞൻ കുരങ്ങു വിഭാഗമാണിത്. വളരെ ചെറിയ സൈസ് ആയതിനാൽ പോക്കറ്റ് മങ്കി എന്നാണ് ഇവരെ സാധാരണയായി അറിയപ്പെടുന്നത്. ഇതിന് തൊട്ടപ്പുറത്തായിട്ട് കുഞ്ഞു കങ്കാരുകളുണ്ട്. ഇത്രയും കുഞ്ഞു കങ്കാരുകളെ നമ്മൾ ആദ്യമായിട്ടായിരിക്കുമല്ലേ കാണുന്നത്. ഇതാണ് റെഡ് ഹാൻഡ് ടമറിൻ വിഭാഗത്തിൽ പെടുന്ന കുട്ടിക്കുരങ്ങ്. ഗോൾഡ് ഹാൻഡ് ടമറിൻ എന്നും ഇതിന് പേരുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത് പാമ്പിനെ പോലെയുള്ള ഇഴജന്തുക്കളെയൊക്കെ എടുത്ത് ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസാണ്. പല ടൈപ്പിലും കളറിലുമുള്ള പാമ്പുകൾ, എട്ടുകാലി, ഇക്വാന, അണ്ണാൻ തുടങ്ങിയവ അതിനായി ഇവിടെയുണ്ട്. പേഴ്സണലായി പറയുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലേസ് കൂടിയാണ് കേട്ടോ ഈ ഒരു ഏരിയ. പാമ്പിനെ എനിക്ക് എടുക്കാൻ മാത്രമല്ല, കാണുമ്പോൾ പോലും ഭയങ്കര പേടിയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു എക്സ്പീരിയൻസ് മോസ്റ്റ് മെമ്മറബിൾ ആയിരുന്നു കേട്ടോ. ആഫ്റ്റർ ദാറ്റ് ബേർഡ്സിൻ്റെ ഒരു സെക്ഷനാണേ. ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളതും അല്ലാത്തതുമായ പലതരത്തിലുള്ള ബേർഡ്സ് ഉണ്ട്. ഇവിടെ കണ്ട ഒരു വെറൈറ്റി ഇനമാണ് കേട്ടോ ഇത്, പർപ്പിൾ സ്റ്റാർലിംഗ് ഫ്രം അമേരിക്ക. നമ്മുടെ നാട്ടിലെ മൈനയൊക്കെ ഇല്ലേ, അവരുടെ വിഭാഗക്കാരനാണ് ഇവർ. ഈ കാണുന്നത് പല ടൈപ്പിലുള്ള കോഴികളുടെ കൂടുകളാണ്. നമ്മുടെ നാട്ടിലെ പൂവൻകോഴി മുതൽ പലതരത്തിലുള്ള കരിങ്കോഴികളും ഈ ഭാഗത്തുണ്ട്. ഇതാണ് കോമൺ മാർമോസെന്റ്. ഇവയുടെ ചെവികൾക്ക് ചുറ്റുമുള്ള വെളുത്തൊരു രോമകുപ്പായം കണ്ടോ? അതിനെ വൈറ്റ് ടഫ്റ്റ് എന്നാണ് പറയുക. ഭയങ്കര ലൗഡ് വോയിസിലുള്ള വിസിലടിയും പ്രത്യേകതര ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് ഇവർ പരസ്പരം ആശയവിനിമയം ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് വ്യത്യസ്ത ഇനം തത്തകളും പല നിറത്തിലുള്ള മക്കാവുകളൊക്കെയാണ് ഉള്ളത്.
ഇതാണ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ പോയിന്റായ ബേർഡ്സ് ഫീഡിംഗ് സെഷൻ. സിംഗനൂർ വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം കിളികളാണ് കേട്ടോ ഇതിനകത്ത് വന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് അത് നൈസാണ് കേട്ടോ. സൺഫ്ലവർ സീഡും ആപ്പിളിന്റെ പീസസ് ഒക്കെയാണ് ഇവർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി തരുന്നത്. അപ്പതാ ഇതുപോലെ തലയിലും കയ്യിലും ഒക്കെ ഇങ്ങനെ വന്നിരിക്കും. കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണിത്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടകപ്പക്ഷി ഇട്ടിരിക്കുന്നത്. ചേച്ചിമാരെന്തോ ആലോചിച്ച് നല്ല സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ഒരു മൈൻഡും ഇല്ല. പല രാജ്യങ്ങളിൽ നിന്നുള്ള വെറൈറ്റി ലവ് ബേർഡ്സിനെ ഇട്ടിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഈ ഒരു ജീവിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. നീർക്കയത്ത് എന്ന് പറയുന്ന ഒരു ജീവിയാണിത്. ലൈഫ് ഓഫ് പൈ, ലയൺ കിങ് എന്നീ സിനിമയിലൊക്കെ ഇതിനെ അടിപൊളിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ലൊരു തമാശ പറയുന്ന ഒരു റോളാണ് സിനിമകളിലൊക്കെ ഇവർക്ക്. ഫേസ് സാൻഡിന്റെ തന്നെ പല നിറത്തിലുള്ള കോമ്പിനേഷനുകൾ ഇവിടെയുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വെയിൽ കൊള്ളാൻ കിടക്കുന്ന കുറച്ച് ആൾക്കാരെ കണ്ടോ? പല നിറത്തിലുള്ള ഒരു 8-10ഓളം ഇഗ്വാനകളുണ്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരു ഓപ്പണിംഗ് ടൈം വരുന്നത് രാവിലെ 10:30 മുതൽ 6:30 വരെയാണേ. 200 രൂപയാണ് പെർ ഹെഡായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ തൃശ്ശൂരിൽ എന്തായാലും മറക്കാതെ കണ്ടിരിക്കേണ്ട മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് അതിന് ഞാൻ പറയേണ്ടതില്ലല്ലോ. വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ